ഷൈനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും 1 മിനിറ്റിൽ നമുക്ക് എങ്ങനെ ബ്ലൗസ് കട്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഷെയർ ചെയ്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ആഴ്ച കൊടുക്കുന്നത് ഒരു ചുരിദാർ, അതുപോലെ തന്നെ ഒരു പുതിയ വാച്ച്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ വാങ്ങിച്ച വാച്ചാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ മോഡൽ കയ്യിലൊരു വാച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒരു വാച്ചും കൂടി നമുക്ക് കൊടുക്കാമല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ വേഗം വീഡിയോസ് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ പേര് സ്ഥലവും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി അയച്ച ആൾക്കാരുടെയൊക്കെ അഡ്രസ്സാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ചില സംശയം ഉണ്ടാവും, ചുമ്മാ പറ്റിക്കൽ പരിപാടിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഇത്രയും ഗിഫ്റ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചുരിദാറും വാച്ചും സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് വീഡിയോസ് പെട്ടെന്ന് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് പേര് സ്ഥലം ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന അളവ് ബ്ലൗസ്. പിന്നെ ഇതാണ് ബ്ലൗസ് പീസ് കേട്ടോ. അപ്പോൾ നമ്മുടെ അളവ് ബ്ലൗസ് കറക്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കി എടുക്കുക. അളവ് ബ്ലൗസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും. നമ്മൾ 1 മിനിറ്റിലേക്ക് ചുരിദാറൊക്കെ കട്ട് ചെയ്യും, പക്ഷെ ബ്ലൗസ് 1 മിനിറ്റിൽ ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിന്റെ തുണി ഒന്ന് മടക്കിയെടുക്കാം. ഞാൻ ഫുള്ളായിട്ട് വിടർത്തി, ഇതൊരു 1/2 മീറ്റർ തുണിയേ ഉള്ളൂ. സാരിയിൽ നിന്ന് ബ്ലൗസ് പീസ് മുറിച്ചെടുത്തതാണ്. ഇത് നേരെ നമ്മൾ രണ്ടാക്കി ഇങ്ങനെ മടക്കിയെടുത്തു. എന്നിട്ട് ഇത് നേരെ ഇങ്ങനെ മടക്കി ഇട്ടു. ഇങ്ങനെ മടക്കിയിട്ട ശേഷം നമ്മുടെ ഈ അളവ് ബ്ലൗസ് ഇതിന്റെ മീതെ കറക്റ്റ് ഇങ്ങനെ വെക്കാട്ടോ. ഇതിന്റെ താഴെ നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് ആണ് വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസ്. നേരെ മുകളിൽ കറക്റ്റ് 1/2 ഇഞ്ച് ഷോൾഡർ കൂട്ടിയടിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് 1/2 ഇഞ്ച് സീം അലവൻസ്. ഇനി നമുക്ക് താഴെ കറക്റ്റ് നമ്മുടെ ബ്ലൗസിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ആം ഹോളിന്റെ ഈ കർവാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു സ്ലോപ്പ് ഉണ്ടാവും. ഇതാണ് ആം ഹോളിന്റെ ഭാഗം. അപ്പോൾ നമ്മൾ അത് മാർക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് ബ്ലൗസിന്റെ അളവല്ലേ. അപ്പോൾ ഇതിന്റെ ഇപ്പുറത്ത് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വേണം. നമുക്കിതിൽ സ്ലീവ് വെക്കേണ്ട ഭാഗമാണ്. സീം അലവൻസ് കൊടുത്തു. ഇനി ഞാൻ ഈ ആം ഹോൾ വരക്കാൻ പോവാം. ഇത് കറക്റ്റ് ആം ഹോള്. കുറച്ച് ഒരു 1/2 ഇഞ്ച് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തുപാട് വരില്ലേ, അവിടെ ഒരു മാർക്കിങ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ചുകൂടി ഇറക്കി സെയിം ഇതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി കുത്തിപ്പിടിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡോട്ട് കിട്ടും. ഇനി വരക്കാൻ പോകുന്ന ചെസ്റ്റിന്റെ ഭാഗമാണ്. ഇതാണ് കറക്റ്റ് ചെസ്റ്റ്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്ന ഭാഗമാണിത്. അതിന്റെ മുകളിലായിട്ടും 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ചെസ്റ്റിന്റെ ഭാഗത്ത് നമുക്ക് 2 ഇഞ്ചാണ് സീം അലവൻസ് വേണ്ടത്. അത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി സെയിം താഴത്തും 2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ ഈ ബ്ലൗസ് മാറ്റി ഇതുപോലെ കുറച്ചും കൂടി നീക്കി വെച്ചിട്ട് നമുക്കിപ്പോൾ കുറേ ഡോട്ട്സ് ഇങ്ങനെ കിട്ടിയില്ലേ, ആ ഡോട്ടുകൾ ഇങ്ങനെ ഒന്ന് നമുക്ക് വരച്ച് ആ ചെസ്റ്റിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു. എന്നിട്ടൊരു സ്കെയിൽ എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ, പിന്നെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടും ഒരു ലൈൻ. ഓക്കെ, 2 ലൈൻ ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ ഇതിൽ വരക്കുവാൻ പോകുന്നത് നെക്കാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് നെക്കിന്റെ അളവ്. തൊട്ടിപ്പുറത്ത് ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇടുക. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട് നെക്ക് വരച്ചു. അതിൻ്റെ മുകളിലും ഒരു 1/4 ഇഞ്ച് വരച്ചു. എന്നിട്ട് ഈ 2 പോയിന്റ് ഈ നമ്മുടെ കറക്റ്റ് അളവില്ലേ അങ്ങനെ വെച്ചിട്ട് ഒരു ഗ്യാപ്പ്, ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ വരച്ചു. ഇനി ഞാൻ ബാക്ക് നെക്ക് എവിടം വരെയുണ്ടെന്ന് നോക്കട്ടെ. ബാക്ക് നെക്ക് ഇതാ ഇവിടം വരെയുണ്ട്. അതും നമുക്ക് കറക്റ്റ് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഭാഗമാണ് കേട്ടോ. കറക്റ്റ് അളവ്, ഈ സ്റ്റിച്ചിങ് വന്നിരിക്കുന്ന അളവില്ലേ, കറക്റ്റ് അളവ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. സെയിം ഇതുപോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതിന്റെ സെന്ററിലായിട്ട് കൈ കൊണ്ടൊന്ന് ആ സ്റ്റിച്ചിങ്ങിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇവിടെയും ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ മാറ്റി ഇതിങ്ങനെ ഒന്ന് വരച്ച് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കർവ് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ടക്സ് ആണ്. ഇപ്പോൾ തന്നെ ടക്സും അങ്ങോട്ട് മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ടക്സ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചു. വേറെ അളവുകളൊന്നും മാറ്റം വന്നിട്ടില്ല. കറക്റ്റ് അളവ് തന്നെയാണ്. നെക്കൊക്കെ കണ്ടോ, കറക്റ്റ് അളവ് തന്നെയാണ്. കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ 1/4 ഇഞ്ച് ഇങ്ങനെ കയറ്റി വെച്ചല്ലോ. അപ്പോൾ ടക്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗം ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ഈ പോയിന്റ് ഇല്ലേ, കറക്റ്റ് ഈ പോയിന്റ് അവിടെ ഞാനിങ്ങനെ ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കറക്റ്റ് ബ്ലൗസ് വലിച്ചു പിടിക്കുക. ഈ പോയിന്റ് നഖം കുത്തി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു
പോയിന്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ടക്സ് വരച്ചു. ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ടക്സ് ആണ്. അപ്പോൾ കറക്റ്റ് ഇവിടെയാണ് ഈ പോയിന്റ് വരുന്നത്. പിന്നെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇവിടെയാണ് ഈ പോയിന്റ്. അതും സെയിം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ടക്സ് ആണ്. അപ്പോൾ ഈ ടക്സ് വരുമ്പോൾ നമ്മൾ തുണി ഇങ്ങനെ ഒന്ന് ചുളുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ പോയിന്റ്. അപ്പോൾ ഇവിടെ ഒരു മാർക്കിങ്. ഇനി ഇത് വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇതുപോലെ ഇങ്ങനെ ഒരു മാർക്കിങ്. ഇനി നമ്മളുടെ വലിയ ടക്കില്ലേ, ആ വലിയ ടക്ക് ഈ മുകളിലത്തെ അളവ് മാത്രം നമ്മൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ അളവ് ആവശ്യമില്ല. നമുക്കിനി ബ്ലൗസ് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കട്ടിങ് ശ്രദ്ധിക്കുക കേട്ടോ. കട്ടിങ് ചെയ്യുമ്പോൾ ആദ്യമേ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. പീസ് ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ആം ഹോളിന്റെ ഭാഗമാണ്. ആം ഹോളും കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഷോൾഡർ കട്ട് ചെയ്യാം. ഇനി നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്ക് വേണ്ടേ. ഞാനപ്പോൾ ആദ്യമേ ഈ ഫ്രണ്ട് നെക്കാണ്, ചെറിയ നെക്കില്ലേ, അതാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഇതാണ്. ഇതാണ് ബാക്ക് പീസ്. അപ്പോൾ നമുക്ക് ഇതിലെ നെക്കിന്റെ ലെങ്ത് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം. കാര്യം ഇത് നമ്മൾ ടക്സ് ഒക്കെ ഓൾറെഡി മാർക്ക് ചെയ്ത് പോയല്ലോ. അപ്പോൾ ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്ത് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് പീസ്, ഇതാണ് ബാക്ക് പീസ്. ബാക്ക് പീസ് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി ഈ നെക്കും കൂടി ഇങ്ങനെ ഒന്ന് വരച്ചങ്ങോട്ട് കൊടുത്തിട്ട് ഇത് അങ്ങോട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് പീസിന്റെ ഫുൾ കട്ടിങ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ബാക്ക് പീസ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് എടുത്തു. ഇതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസിൽ ഇനിയും ഒത്തിരി കട്ടിങ് ഉണ്ട്. ഈ ചോക്കിന് കൊണ്ട് വരച്ചത് അങ്ങോട്ട് മായ്ച്ച് കളഞ്ഞേക്കത്. ബാക്ക് നെക്ക് നമ്മൾ വരച്ചതല്ലേ, അതിൻ്റെ ആവശ്യമില്ല. ഈ കട്ടിങ്ങിന്റെ ആവശ്യവും ഇല്ല. ഇനി ഞാനിതിൽ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഭാഗമാണ് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് മാറ്റി. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, കണ്ടല്ലോ ബ്ലൗസിന്റെ ഏത് ഭാഗം അറിയാലോ. ഈ ഭാഗമാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തത്. ഇനി ഇങ്ങനെ തന്നെ വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യണ്ടേ. സെപ്പറേറ്റ് ചെയ്തു. നമ്മളിതിൽ ടക്സ് ഒക്കെ ഒന്ന് സ്കെയിൽ എടുത്തിട്ട് വരക്കാൻ പോവാണ്. ഈ രണ്ട് പോയിന്റ് ഒരുമിച്ച് ഇങ്ങനെ ഒരു ലൈൻ വരക്കാം. പിന്നെ ഈ പോയിന്റും ഈ പോയിന്റും. അപ്പോൾ നമ്മൾ ഒരു അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ അല്ലേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും കൊടുത്തു. ഇനി ഈ പോയിന്റും നേരെ ഈ ആം ഹോളിലേക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, അതും നമ്മൾ വരച്ചു. ഇതാണ് നമ്മളുടെ മെയിൻ ടക്ക്. ഈ ടക്ക് വരക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് അളവ് ബ്ലൗസ് വെച്ച് വരക്കാൻ പറ്റില്ല. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ താഴത്തേക്ക്, എന്നിട്ട് നമ്മുടെ ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തിട്ട് കറക്റ്റ് 1 ഇഞ്ച് ഇങ്ങോട്ടേക്കും 1 ഇഞ്ച് ഇങ്ങോട്ടേക്കും, എന്നിട്ട് ഈ ടക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഈ ടക്സും കിട്ടി. സെയിം അളവിൽ നിങ്ങൾ ഇപ്പുറത്തൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കസവ് താഴെ വെച്ചു, ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടു. എന്നിട്ട് നമ്മുടെ സ്ലീവ് എടുക്കുക. സ്ലീവ് എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇതിന്റെ താഴെ ഭാഗം നമുക്കൊരു 1/2 ഇഞ്ച് മടക്കി അടിക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുക. 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചു. നമ്മൾ മുകളിൽ വെക്കുമ്പോഴും ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് മീതെ സീം അലവൻസ് വെക്കുക. ആംഹോൾ ഞാൻ ആദ്യമേ കാണിച്ചില്ലേ, സെയിം അതുപോലെ കറക്റ്റിൽ നിന്നും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി നമുക്ക് ഇങ്ങനെ ആംഹോള് മാർക്ക് ചെയ്തിട്ട് ഇവിടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക, ഇവിടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. എന്നിട്ട് സ്ലീവ് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഈസി അല്ലേ, കുറെ ക്ലാസ്സിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റയടിക്ക് തന്നെ ടക്സ് അടക്കം നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തു. അപ്പോൾ ഇനി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ വെച്ച് കട്ടിങ് ഇല്ലെങ്കിൽ ടേപ്പ് എടുക്കണം, അളക്കണം, എന്ത് പണിയാ. ഇതാവുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്